തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഫലമൊക്കെ വന്ന് ലോക്സഭാ സീറ്റിൽ നേടിയ അത്യുജ്വല വിജയത്തിന്റെ സന്തോഷത്തിലാണ് UDF. ഇനിയിപ്പോ മുന്നണി വിപുലീകരണ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് UDF നേതൃത്വം. കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ജോസ് കെ മാണിയെയും അതല്ലെങ്കിൽ വേണ്ടി വന്നാൽ ജനതാദളിനെയും CPIയെയും ഒക്കെ UDF മുന്നണിയുടെ ഭാഗമാക്കാൻ UDF നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFന്റെ കൈവശമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ന്യൂനപക്ഷത്തിന് പുറമെ ഭൂരിപക്ഷ സമുദായങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ പരിപൂർണമായ ഒരു ആധിപത്യം UDFന് കേരളത്തിൽ നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു കണക്കുകൂട്ടലിലൂടെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളും UDFും കടന്നു പോകുന്നത്. അങ്ങനെ UDFനെ ഒപ്പം നിർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് BDJS ആണ്. BDJSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണ്. കഴിഞ്ഞ ഇലക്ഷനിലും അതിനു മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലും അവർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അവർക്ക് കഴിഞ്ഞ NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു സ്പൈസ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് വേറെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും NDA സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. ഇത്തവണയും 4 സീറ്റിൽ അവർ മത്സരിച്ചുവെങ്കിലും വേണ്ട രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല. BDJS സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് BJPയിൽ ചേർന്നിട്ടുള്ള PC ജോർജ് അവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്ന് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങളും അവരെ വളരെ മോശകരമായിട്ടായിരുന്നു ബാധിച്ചത്. ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത്, തുഷാർ വെള്ളാപ്പള്ളി 3ാം NDA സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ രാജ്യസഭാ MP സ്ഥാനമായിരിക്കാം. കേന്ദ്ര മന്ത്രിസഭയിൽ എത്തുക എന്ന ലക്ഷ്യം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി. ഇതിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സമുണ്ടായാൽ അവർ ആ NDA മുന്നണി വിടാൻ തയ്യാറാകുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു മുന്നണിയിൽ നിന്നിട്ട് ആ മുന്നണിയിൽ നിന്ന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും NDA വിടുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കും. അങ്ങനെ നോക്കുമ്പോൾ മുന്നണി വിട്ട് പുറത്തേക്ക് വരുന്ന BDJS ഒരു പക്ഷേ LDFിലേക്ക് പോകാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ BDJS NDA വിട്ട് പുറത്തു വന്നിട്ട് ഏത് മുന്നണിയുടെ കൂടെ ചേരുന്നോ ആ മുന്നണിയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുക. ഇപ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ സ്വീകരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ അദ്ദേഹം വിമർശനങ്ങളും ഉയർത്താറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ LDF പ്രവർത്തകർ SNDPയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. BDJSനെ എങ്ങനെയും കൂടെ കൂട്ടാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കരുക്കൾ നീക്കുന്ന തിരക്കിലാണ് UDF ഉള്ളതും. BDJS കളത്തിൽ ഇറങ്ങുന്നതോടുകൂടി UDFന് കരുത്തു കൂടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. BDJS, SNDPയും NSSുമായിട്ടുള്ള തർക്കങ്ങൾ ഏത് തരത്തിൽ BDJSന്റെ മുന്നണി പ്രവർത്തനത്തെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. NSS നേതൃത്വം BDJS UDFിലേക്ക് വരുമ്പോൾ അവർക്ക് UDFിനോടുള്ള സമീപനം എന്തായിരിക്കുമെന്നുള്ളതാണ് നേതാക്കന്മാരും നോക്കിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ BDJSന് കേന്ദ്രത്തിൽ നിന്ന് വേണ്ട പരിഗണന ലഭിക്കാതിരുന്നാൽ അവർ മുന്നണി വിടുമെന്നതിൽ തർക്കമില്ല. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന BDJS LDFിന്റെ ഭാഗമാകുമോ UDFിന്റെ ഭാഗമാകുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം.